ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവരും കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് മാക്സിമം നേരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ IBSയുടെ അല്ലെ നമ്മുടെ IBയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാംസിന്റെ ടയർ 2 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ എക്സാം ഡേറ്റ് എന്നാണെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ടയർ 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ടയർ 2ന്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ IBയുടെ സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നിട്ടുണ്ട്. സോ നിലവിൽ നമുക്ക് വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് IBSA ടയർ 2 എക്സാംസിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 22 ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫെബ്രുവരി 22 ആണ് നിങ്ങളുടെ ടയർ 2 എക്സാംസിന്റെ ഡേറ്റ് ആയിട്ട് നിലവിൽ വന്നിരിക്കുന്നത്. സോ ടയർ 1 ക്വാളിഫൈ ചെയ്ത് ടയർ 2 എക്സാംസ് എഴുതാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ IBയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രൊഫൈൽ ലോഗിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രൊഫൈൽ ലോഗിൻ സെക്ഷനിലേക്ക് കയറിയിട്ട് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ലോഗിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ടയർ 2 എക്സാംസിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അല്ലെങ്കിൽ ഏകദേശം 10 ദിവസത്തോളം വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ദിവസമല്ല, 2 ആഴ്ച തേച്ച് നമുക്ക് വരുന്നില്ല. അപ്പോൾ വളരെ ലിമിറ്റഡ് ടൈമാണ്. ലാസ്റ്റ് റൗണ്ട് നമ്മുടെ റിവിഷൻസ് കണ്ടക്ട് ചെയ്യേണ്ട ടൈമാണ്. സോ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ റിവിഷൻസ് കണ്ടിന്യൂ ചെയ്യുക. എന്തൊക്കെയാണോ നോക്കി ഇനി പോരായ്മകൾ കിടക്കുന്നത് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ. മാക്സിമം നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുക, പെട്ടെന്ന് പഠിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അറിയാമല്ലോ. ഒന്ന്, നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് റിലേറ്റഡ് പാസേജസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അതുമായിട്ടുള്ള റിലേറ്റഡ് പാസേജസ് പഠിക്കാം. അല്ലെങ്കിൽ എക്കണോമിക് സർവേ അല്ലേ, ഇതൊക്കെ ഈ പറഞ്ഞാൽ കറന്റ് വളരെയധികം റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന സബ്ജക്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ കറന്റ് റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പാസേജസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ പാസേജസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എഡിറ്റോറിയൽസ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. എഡിറ്റോറിയൽസ് മാക്സിമം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എഡിറ്റോറിയൽസ് വായിക്കണം, കറന്റ് അഫേഴ്സ് റിലേറ്റഡ് പാസേജ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഇനി അങ്ങോട്ട് സ്പീഡിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ. സ്പീഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം, സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് എഴുതി പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് എഴുതുന്നതിനും ലോങ് സെന്റൻസിലെ കറക്ഷൻസ് വരുത്തുന്നതിനുള്ള ടൈം നിങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള പാസേജസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സ്പീഡ് ശ്രദ്ധിക്കുക, എറർ കറക്ഷൻസ് ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാക്സിമം ടൈം പാസേജസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ഓർത്തിരിക്കുക, ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 22 ആണ്. ഓക്കെ, ഫെബ്രുവരി 22 ആണ്. ഇനി ഉഴപ്പാനോ മടിക്കാനോ ഒന്നും സമയമില്ല. നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ പാസേജ് പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. വേസ്റ്റ് ചെയ്യരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇനി അങ്ങോട്ട് ഞാൻ ഈ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാസേജ്, സിമ്പിൾ പാസേജസ് ഇനി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റോറിയൽ പറഞ്ഞത്. എക്സ്പ്രഷൻസ് ഒക്കെ കുറേ വരുന്ന രീതിയിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എഡിറ്റോറിയൽസിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പാസേജ് വേണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ കുറെ കൂടെ നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഫെബ്രുവരി 22 ആണ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നോക്കുക, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. എത്രയും വേഗം ഡൗൺലോഡ് ചെയ്യുക ആൻഡ് പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ഓൾ ദ ബെസ്റ്റ്.